നമസ്കാരം. നെസ്റ്റ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരത്തെ കണ്ട രാമക്കൽമേട് വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത്. വെളുപ്പിനെ തന്നെ രാമക്കൽമേടിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടി പോകുന്ന യാത്രയാണിത്. ഇപ്പോൾ ഏലപ്പാറ ആയിരിക്കുന്നു. ഇവിടെ നിന്ന് കട്ടപ്പന വഴി രാമക്കൽമേടിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അത് രാവിലെ ഈ വഴിയുള്ള യാത്ര വളരെ മനോഹരമാണ്. പളഞ്ഞങ്ങാന വാട്ടർഫോൾസ്, അതുപോലെ തന്നെ ഏലപ്പാറയിലേക്കുള്ള വഴി ഒക്കെ വളരെ സുന്ദരമാണ്. ഈ യാത്രയുടെ പൂർണ്ണ ദൃശ്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ദൃശ്യമാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അങ്ങനെ രാമക്കൽമേട് എത്തിയിരിക്കുന്നു. അവിടെ രാമക്കൽമേട് വ്യൂ പോയിൻ്റ് കണ്ട ശേഷം കാറ്റാടിപ്പാടത്തേക്കുള്ള യാത്രയാണ്. അതിനിടയ്ക്ക് കുറുവൻകുരത്തി പ്രതിമയോട് ബേസ് ചെയ്തുള്ള ഒരു കേരള സർക്കാരിൻ്റെ ഒരു വ്യൂ പോയിൻറ്റും കൂടെ കാണേണ്ടതായിട്ടുണ്ട്. മക്കൽമേടിൻ്റെ പൂർണ്ണമായ ദൃശ്യ വിവരണം താഴെ കൊടുക്കുന്ന ലിങ്കിൽ ഉണ്ട്. ഇത് കാണാൻ ശ്രമിക്കുക. വളരെ രാവിലെ എത്തിയ ശേഷം സൂര്യോദയം മറ്റും കാണാൻ സാധിക്കും. അതെല്ലാം തന്നെ വീഡിയോ ദൃശ്യമാണ്. തിരിച്ച് ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള വ്യൂ പോയിൻറ്റിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത ശേഷമായിട്ട് ടിക്കറ്റ് എടുത്ത് മുകളിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. വളരെ സുഖകരമായ രീതിയിൽ പോകേണ്ട ഒരു യാത്രയാണ്. മുകളിലേക്ക് അടവുകൾ കുറവാണ്. ഓരോ സ്ഥലത്തും എത്തിയ ശേഷം അവിടെ നിന്ന് ചുറ്റുമുള്ള ഭംഗിയൊക്കെ ആസ്വദിച്ച ശേഷം മുകളിലെത്തുമ്പോൾ വളരെ മനോഹരമായ ഒരു കുറുവൻകുരത്തിയുടെ പ്രതിമ കാണാം. അതോടൊപ്പം തന്നെ ഒരു വേഴാമ്പലിനെ ബേസ് ചെയ്തുള്ള വ്യൂ പോയിൻറ്റുമുണ്ട്. ഇവിടെ നല്ല മനോഹരമായ കാറ്റാണ് ഏത് സമയത്തും. ഉച്ചയ്ക്ക് മുമ്പെത്തുകയാണെങ്കിൽ അല്പം കൂടെ നല്ലതാണ്. ചൂട് പുറമേ കാണുന്നുണ്ടെങ്കിൽ തന്നെയും ഇവിടെ നല്ല തണുപ്പാണിപ്പോൾ. അതോടൊപ്പം തന്നെ നമുക്ക് അങ്ങ് ദൂരെ കാറ്റാടിപ്പാടങ്ങളും, അവിടേക്കാണ് അടുത്ത യാത്ര. അതോടൊപ്പം മുമ്പ് കണ്ട രാമക്കൽമേടിൻ്റെ വ്യൂ പോയിൻ്റ്, തമിഴ്നാട് ഭാഗങ്ങൾ കാണുന്ന വ്യൂ പോയിൻറ്റും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങകലെ കാണുന്ന വ്യൂ പോയിൻറ്റിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അതിനപ്പുറം തമിഴ്നാടാണ്. ആ വ്യൂ പോയിൻ്റ് ഇരിക്കുന്നത് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തമിഴ്നാടിൻ്റെ അധീനതയിലുള്ള വൈഗ റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമാണ്. ടിക്കറ്റ് എടുത്ത് മുകളിലെത്തുമ്പോൾ നമുക്ക് വളരെ മനോഹരമായ വ്യൂ പോയിൻറ്റും അതോടൊപ്പം തന്നെ കുട്ടികൾക്കുള്ള പാർക്കും ഒക്കെ ഇവിടെയുണ്ട്. ഇതിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ടുള്ള ശില്പിയുടെ ഡീറ്റെയിൽസും മറ്റും നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ കാണുന്ന വ്യൂ പോയിൻ്റ് കയറുമ്പോൾ വളരെ മനോഹരമായൊരു നിർമ്മിതിയാണെന്നെ പറയാതെ വയ്യ. മുകളിൽ നിന്ന് നമുക്ക് മുമ്പ് കണ്ട രാമക്കൽമേടിൻ്റെ പാറക്കെട്ടിന് മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ തമിഴ്നാടിൻ്റെ വൈഗ ഭാഗത്തിൻ്റെ ഗ്രാമക്കാഴ്ചകളൊക്കെ തന്നെ കാണാൻ സാധിക്കും. ഒരു വലിയ പക്ഷി ചിറകുകളൊക്കെ നിൽക്കുന്ന ഒരു വേഴാമ്പൽ എന്ന രീതിയിലുള്ള നിർമ്മിതിയാണത്. ഒരു പച്ചില കൊണ്ടും കടിച്ചു പൊടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണിത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് രാമക്കൽമേടിൻ്റെ ഭാഗങ്ങളാണ്. ഇതാണ് വേഴാമ്പലിൻ്റെ ദൃശ്യം. വളരെ മനോഹരമായ ഒരു ശില്പമാണിത്. ഇവിടെ നല്ല കാറ്റാണ്. അങ്ങനെ കാണുന്ന പാറക്കെട്ടിന് മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് 35 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന കാറ്റിനെയാണ് ചില സമയങ്ങളിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇവിടെയെല്ലാം തന്നെ ഈ സമയത്തും നല്ല തണുപ്പാണ്. കാറ്റും നന്നായുണ്ട്. ഇവിടെയൊക്കെ ഇരുന്ന് പരിസരമൊക്കെ ആസ്വദിച്ച ശേഷമായിട്ട് നടന്നു പോകാവുന്നതാണ്. നല്ലൊരു ആമ്പൽക്കുളമാണ്. നീലത്തെ ആമ്പലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് അടുത്തതായി കാറ്റാടിപ്പാടത്തേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ഏകദേശം 6-7 കിലോമീറ്റർ മുമ്പോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന കാറ്റാടിപ്പാടത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുക. കാറ്റാടിപ്പാടത്തേക്ക് എത്തുമ്പോൾ മൺസൂൺ കാലത്തോട് ചേർന്നുള്ള സമയത്ത് പോയതുകൊണ്ട് ചെറിയ ചാറ്റൽ മഴയൊക്കെ ലഭിച്ചു. അങ്ങനെ പോകുന്ന സമയത്താണ് നമുക്ക് കോടയും അതോടൊപ്പം തന്നെ കാറ്റാടി മരത്തിൻ്റെതായ ഭംഗിയും ഒക്കെ നന്നായി ആസ്വദിക്കാൻ സാധിക്കുക. 1986 അനത്ത് ആണ് ഈ പറയുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗമായുള്ള പ്രോജക്റ്റായിട്ട് ഈ കാറ്റാടിപ്പാടത്തെ വികസിപ്പിച്ചെടുത്തതെന്ന് പറയപ്പെടുന്നു. അതോടൊപ്പം തന്നെ 2 സൈഡിലായിട്ടാണ് കാറ്റാടിപ്പാടം കാണാൻ സാധിക്കുന്നതിനപ്പുറയുമുണ്ട്. അവിടെ
കോടയായതിനാൽ പൂർണ്ണമായ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കാത്തതാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഭാഗത്തിനപ്പുറയും കാറ്റാടി മരങ്ങളുണ്ട്. നല്ല കോടയായതിനാൽ കാറ്റാടി പാടത്തിൻ്റെതായ കാഴ്ചകൾ മറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.